गिरिवरविन्द्य शिरोदिनि वासिनि विष्णुविलासिनि जिष्णुनुते भगवति हे सिद्धिखण्ड कुडुम्बिनि भूरि कुडुम्बिनि भूरि कृते जय जय हे महिषासुरमर्दिनि रम्यकवर्दिनि शैलसुते. ഓരോ വർഷവും നമുക്ക് തോന്നുന്ന ഒരുപാടാണ്. പക്ഷെ എനിക്ക് തോന്നുന്ന ഈ വർഷം കുറെ പുതിയ ആൾക്കാർ, അത് ഞങ്ങളുടെ ആർട്ടിസ്റ്റുകൾ തന്നെ കുറെ പേര് പുതിയതായിട്ട് പൊങ്കാല ഇടാൻ വന്നിട്ടുണ്ട്. അപ്പൊ അതേപോലെ മറ്റുള്ള ആൾക്കാരും ഒരുപാട് പേര് വരുന്നുണ്ട്, ഒരുപാട് പേര് പൊങ്കാല ഇടുന്നുണ്ട്. എനിക്കൊന്ന് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ആളാണ് ഈ വർഷവും. ഓരോ വർഷവും അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കാൻ ആൾക്കാർ ഒരുപാട് വന്നു. അമ്മ എവിടുന്നാ? ഞാൻ പാലോട് മടത്തറ. എത്ര വർഷങ്ങളായിട്ട് പൊങ്കാല ഇടുന്നത്? വർഷങ്ങളായിട്ട്. എല്ലാ വർഷവും വരാറുണ്ടോ? ഇപ്പൊ എത്രാമത്തെ വർഷം പൊങ്കാല ഇടുന്നത്? എന്റെ മോക്ക് 4 വയസ്സ്, ഇപ്പൊ 29 വയസ്സായി. കഴിഞ്ഞ 25 വർഷം കൊണ്ട് തുടർച്ചയായിട്ട് പൊങ്കാല ഇടും. നല്ലതാണ്, വിചാരിച്ചതെല്ലാം നടക്കുന്നു. നല്ല ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഇത്ര തിരക്ക് പറഞ്ഞത്. അതെ അതെ അതെ. എന്തുകൊണ്ടാണ്? ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. എല്ലാ വർഷവും പൊങ്കാല ഇടാറുണ്ടോ? എല്ലാ വർഷവും. എത്ര വർഷമായിട്ട് വരുന്നു? 5-6 വർഷമായി. പൊങ്കാല ഇട്ടതിന് ശേഷമുള്ള അനുഭവം? നല്ല കാര്യങ്ങൾ. നല്ല ഞാനിപ്പോ 4ാമത്തെ പ്രാവശ്യം ഇവിടെ വരുന്നത്. കഴിഞ്ഞ ടൈമിൽ വന്നില്ല, അതിന് മുമ്പ് എല്ലാ പ്രാവശ്യം വരുമായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം മറ്റുള്ള സന്നദ്ധ പ്രവർത്തനമാണ് ഞാൻ ചെയ്യുന്നത്. വേറെ ഒരു പ്രതിഫലം നോക്കിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, ഫ്രീ ആയിട്ട് ചെയ്യുന്ന സേവനമാണ്. അപ്പൊ ഞങ്ങളിത് 4 വർഷം കൊണ്ട് തുടർച്ചയായിട്ടില്ലെങ്കിൽ കഴിഞ്ഞ വർഷം വന്നില്ല, അതിന് മുമ്പ് ഞങ്ങളിങ്ങനെ ചെയ്യുന്നതാണ്. കാരണം പ്രവർത്തനം പോലെ നമ്മൾ ചെയ്യുന്നതാണ്. എൻ്റെ സ്ഥലം കൊല്ലം മുഖത്തലയാണ്. ഞാൻ 7 വയസ്സ് മുതൽ എൻ്റെ അമ്മയ്ക്കൊപ്പം വന്നതാണ്. ഇപ്പോഴെനിക്ക് ഈ മാസം 62 വയസ്സ് അശ്വതിയുടെ അന്ന് തികഞ്ഞു. ഭാഗ്യം, അമ്മ ഇന്നും വരാൻ എനിക്ക് ഭാഗ്യം തന്നു. ആദ്യത്തെ പൊങ്കാലയാണ്, എങ്ങനെ തോന്നുന്നു? വിവാഹം രണ്ടും നന്നായി. ഞങ്ങൾക്ക് നേരത്തെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാ തടസ്സങ്ങളൊന്നും ഇല്ലാതെ നടക്കണം, കുട്ടികൾ നന്നായിട്ടിരിക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇപ്രാവശ്യം 2 ചെയ്യുന്നുണ്ട്. 2 പൊങ്കാല. മോളും വന്നിട്ടുണ്ട് കൂടെ. അതെ, പൊങ്കാല. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? സൂപ്പർ ആയിരിക്കുന്നു. ഞാൻ ഭയങ്കര ആഗ്രഹിച്ചിട്ട് പഠിക്കാൻ ഭയങ്കര. നേരത്തെ കണ്ടിട്ടുണ്ടോ ആറ്റുകാൽ പൊങ്കാല? കേട്ടിട്ടുണ്ട്. മണ്ഡപത്തിന്റെ പ്രിപ്പറേഷനിലാണെന്ന് തോന്നുന്നു. എവിടുന്നാ ചേച്ചി? ആറ്റിങ്ങൽ നിന്നാണ്. എല്ലാ വർഷവും വരാറുണ്ട്. ഇവിടെ വന്ന് ഞാൻ പൊങ്കാല ഇട്ടതിന് ശേഷം ഞാൻ വീട്ടിൽ ഞാൻ സ്വപ്നം കണ്ട് എനിക്ക് 5 സെന്റ് മണ്ണ് കിട്ടി, എനിക്ക് വീടായി, എൻ്റെ മോള് ഡോക്ടറായി, എൻ്റെ മോൻ ഖത്തറിലാണ്. 12 വർഷം കൊണ്ട് ഇവിടുത്തെ അനുഗ്രഹം കൊണ്ടാണ്, അമ്മയുടെ അനുഗ്രഹം കൊണ്ട്. സ്ത്രീകളുടെ ശബരിമല ഇതുപോലെ ഒരു മഹോത്സവം ലോകത്ത് എവിടെയെങ്കിലും, അതായത് സ്ത്രീകളുടെ ആ കൂട്ടായ്മയുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ദേവിയുടെ ശക്തി അത്ര വർദ്ധിച്ചിരിക്കുന്നു. ഓരോ ദിവസം പോകുന്തോറും ശക്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ആറ്റുകാലമ്മേ ശരണം. ഈ അമ്മ ഭയങ്കര ശക്തിയാണ്. മക്കളായാലും ആരായാലും വിചാരിക്കുന്ന ഏതൊരു കാര്യവും അമ്മ നടത്തിത്തരും. അമ്മയുടെ തിരുമുന്നിൽ ഈ ഭക്തജനങ്ങൾ ഇത്രയും വന്ന്, ഈ ഭക്തജനങ്ങൾ ഇത്രയും അമ്മ കാത്ത് വീട്ടിലെത്തിക്കും. നമ്മൾ വർഷങ്ങളായിട്ട് ഇടുന്നതാണ്. പ്രാവശ്യം അതുപോലെ നന്നായിട്ട് ഇടാൻ പറ്റട്ടെ. ഈ ഭാഗത്ത് തന്നെയാണോ നമ്മൾ ഇതിപ്പോ 2ാമത്തെ വർഷം ഇവിടെ ഇടുന്നത്. പിന്നെ ബാക്കി പല വർഷങ്ങളായിട്ട് പല സ്ഥലത്തായിട്ട്. അറ്റുങ്കര കാലാട്ടി വാഴുന്നൊരമ്മയുണ്ടേ ആറ്റുകാലമ്മ. മായാമതിയിലകത്തമ്മയുണ്ടേ ആറ്റുകാലമ്മ.
ആദ്യമായി ഉണ്ണി പിറന്നാൽ അടിമ കിടത്താം, ചോറൂണ് കൊടുക്കാം, അമ്മ തോന്നുന്ന പേര് വിളിക്കും. ജോലിയൊന്നും ഇല്ലാതെ നിന്ന് ഞാൻ ഇവിടെ വന്ന് പൊങ്കാലയിട്ട് അരി തിളച്ചപ്പോൾ ഞാൻ കരഞ്ഞു ആദ്യമായിട്ട്. അപ്പോഴേ പോലീസ് സാറെല്ലാം ചോദിച്ചു എന്തിനാ കരയണേന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ വാടക വീട്ടിലാണ് എന്ന് പറഞ്ഞു. ഇപ്പം എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും അമ്മയുടെ അനുഗ്രഹം.